തീർന്നു എന്നുള്ള ആ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛന് നമുക്കറിയാമല്ലോ, ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് വെറും ഫ്യൂച്ചർ ഫോർട്ടൽ ചെയ്യുന്ന ഒരാളല്ല, അല്ലെങ്കിൽ വരാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല, മറിച്ച് സ്നാപക യോഹന്നാനെ പോലെ തെറ്റ്, അനീതി, അസത്യമൊക്കെ കണ്ടാൽ അത് ചൂണ്ടിക്കൊണ്ട് ആ സത്യത്തിലേക്ക് തിന്മയിൽ നിന്ന് മാറി നന്മയിലേക്ക് വരുവാനൊക്കെ ആഹ്വാനം ചെയ്യുന്നയാളാണ് ഒരു പ്രവാചകൻ. അച്ഛൻ്റെ ഈ പ്രസംഗങ്ങളിലൊക്കെ ഞങ്ങളോട് സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ അച്ഛൻ ഒരുപാട് ഞങ്ങളെ പുകഴ്ത്തി പറഞ്ഞ് പല കാര്യങ്ങളും CMI സഭ ചെയ്തതും അല്ലെങ്കിൽ CMI നിർവഹിക്കേണ്ട ദൗത്യത്തെക്കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. ഒപ്പം തന്നെ അച്ഛൻ്റെ ആശങ്കകളും അതുപോലെ തിരുത്തൽ വേണ്ട മേഖലകളും അച്ഛൻ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിലെ ഒരു കാര്യം, ഒറ്റ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ സുപ്പീരിയേഴ്സൊക്കെ ഇനി വരുന്നവരും ഒക്കെ ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ അല്ലെങ്കിൽ പ്രോവിൻസിൻ്റെയൊക്കെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തന്നെ അച്ഛൻ പറയുകയുണ്ടായി. ഇന്ന് യങ് പ്രീസ്റ്റ് ഒന്നും അധികം ആരും എക്ലേസിയാസ്റ്റിക്കൽ സ്റ്റഡീസിന് മുൻപോട്ട് വരുന്നില്ല, ഡിവൈൻ സ്റ്റഡീസിന് മുൻപോട്ട് വരുന്നില്ല, മറിച്ച് എംപിരിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പോകുന്നത്. തീർച്ചയായും ശരിയാണ്. അത് അച്ഛനൊരു പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമായിട്ടാണ് നമ്മുടെ മുമ്പിൽ രസകരമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ വലിയൊരു സത്യം തന്നെയാണത്. അത് തീർച്ചയായും അച്ഛൻ ഞങ്ങളത് മനസ്സിൽ സൂക്ഷിക്കും. അതിന് ഉത്തരവാദപ്പെട്ടവരെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഭാവിയിൽ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള സ്റ്റഡീസിൻ്റെ ആവശ്യം വളരെ വ്യക്തമാണ് താനും ഇന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ അച്ഛൻ്റെ പ്രസംഗങ്ങളിലെ ഉടനീളം നിങ്ങൾ കണ്ടിരുന്നതാണ്, ഒരു സന്ദേശം തരുമ്പോൾ അതിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരുപാട് കോൺക്രീറ്റ് അനുഭവങ്ങൾ. അച്ഛൻ ഇങ്ങനെ അത് ഒഴുകുകയാണ്. അച്ഛൻ മറ്റു പുസ്തകങ്ങളിൽ നിന്നും ഉപദേശം എടുക്കുന്നതോടൊപ്പം തന്നെ അച്ഛൻ്റെ ജീവിത സാഹചര്യങ്ങളോടും അച്ഛൻ വളർന്നു വന്ന ചെയ്തതിനോടും ചേർത്തുമൊക്കെ ഒരുപാട് കോൺക്രീറ്റ് എക്സ്പീരിയൻസ്. അത് പ്രാർത്ഥനയുടെ ആകട്ടെ, പിന്നെ അച്ഛൻ തുടങ്ങിയത് തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. When do you rise? How often do you forgive? ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ ഒരുപക്ഷെ വലുതിലേക്ക് നയിക്കുന്ന, എളിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നു, വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനാകുമെന്ന് പറയുന്നതുപോലെ ഈ കൊച്ചു യാഥാർത്ഥ്യങ്ങൾ എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ വളരെ വ്യക്തമാണ്. രാവിലെ എഴുന്നേൽക്കാൻ നമുക്ക് ചിലപ്പോൾ അത്ര സുഖമാകണമെന്നില്ല. അതുപോലെ അതിനോട് ചേർത്ത് വെച്ച് വിശുദ്ധ ബലിയോടെ കൃപയോടുകൂടി ഒരു ദിവസം ആരംഭിക്കേണ്ടത് എങ്ങനെയാണെന്ന് അച്ഛൻ എത്ര സുന്ദരമായിട്ടാണ് അവതരിപ്പിച്ചത്. അച്ഛനും വല്യച്ഛനുമായി, അച്ഛനും കൊച്ചത്തിനായിരിക്കുമ്പോൾ വല്യച്ഛനിൽ നിന്നും വഴക്ക് കേൾക്കുന്നതും രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നത്, അടി വെക്കുന്നതൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ആ പറച്ചില് അച്ഛൻ എത്രമാത്രം ഉപകാരപ്പെട്ടു. രാവിലെ വിശുദ്ധ ബലിയോടുകൂടി ഒരു ദിവസം കൃപയുടേതായി തീർത്ത് ആരംഭിക്കുക എന്നുള്ള വലിയ സന്ദേശം ഞങ്ങൾ വൈദികരായിരിക്കുന്ന എല്ലാവർക്കും തന്നതിൽ തീർച്ചയായും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇങ്ങനെയുള്ള ചിന്തകൾ സഹായകമാകുന്നുള്ളത് യാതൊരു സംശയമില്ല. ഒപ്പം തന്നെ അച്ഛൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി, വെറും ഓണ്ടോളജിക്കൽ ക്ലെയിം ഓഫ് പ്രീസ്റ്റ്ഹുഡ് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കേണ്ടവരല്ല നമ്മളെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം അത് തീർച്ചയായും വളരെ ഭംഗിയായി അച്ഛൻ വിശദീകരിച്ചുകൊണ്ട് തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. അത് നമ്മൾ ദി ഡിസ്പെൻസേഴ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു സൂചനയുണ്ടല്ലോ. ആ ഡിസ്പെൻസേഴ്സ് ആകണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നോൺ ഹാബത്ത്, നമുക്കില്ലാത്തത് കൊടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കൃപയുള്ള മനുഷ്യരായി ആദ്യമേ തീരണമെന്നുള്ള ഒരു സൂചന അച്ഛൻ പറയാതെ മുൻപിൽ പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിതരണക്കാരായി നമ്മൾ മാറണമെന്നുള്ള സന്ദേശം സുന്ദരമായിട്ട് അച്ഛൻ അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ ധ്യാനം മുഴുവൻ റിപ്പീറ്റ് ചെയ്യുകയല്ല, ഇതിൽ അവസാനമായി പറഞ്ഞ ഉദ്ദേശത്തിൽ നിങ്ങൾ അച്ഛൻ ഞങ്ങളോട് ഉപദേശിച്ചു, നിങ്ങൾ സ്പിരിച്വൽ റീഡിങ് നടത്തണം. അത് അച്ഛൻ്റെ പ്രസംഗങ്ങളിലുടനീളം കണ്ടു അല്ലേ. അച്ഛൻ്റെ വായനയുടെ വ്യാപ്തിയും അറിവും അത് എത്ര സുന്ദരമായി നമ്മളിലേക്ക് ഒഴുകിയിറങ്ങിയെന്നുള്ളത് കണ്ടു. അച്ഛൻ തീർച്ചയായും അച്ഛൻ ഉള്ളതാണ്, അച്ഛൻ ചെയ്തതാണ് നിങ്ങൾ പറഞ്ഞതും ആവശ്യപ്പെട്ടതും. അവസാനമായി ഒറ്റ വാചകം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം. നമ്മുടെ ധ്യാനം അവസാനിക്കുകയല്ലേ. ഞാൻ റോമിലെ കുർബാന ചൊല്ലിയിരുന്ന ഒരു മഠത്തിൽ പല ദിവസം ചൊല്ലി നമ്മൾ നിത്യം കുർബാന കഴിയുമ്പോൾ ഗ്രീറ്റ് ചെയ്യുമല്ലോ, ദ മാസ് ഈസ് ഓവർ, ലെറ്റ്സ് ഗോ ഇൻ പീസ്, പല രീതിയിൽ. അപ്പോൾ അത് പല ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം തിരിച്ച് കുർബാന കഴിഞ്ഞു, ലമേസ ഫിനിത്ത അന്ത്യാമൻ പാച്ച്, കുർബാന കഴിഞ്ഞു സമാധാനത്തിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് 93 വയസ്സുള്ള ഒരു അധികം പഠിപ്പൊന്നുമില്ലാത്ത, അക്കാഡമിക് ലെവലിൽ പഠിപ്പൊന്നുമില്ലാത്ത ഒരു കന്യാസ്ത്രീ പറഞ്ഞു, ചെറിയാൻ ലമേസ നോട്ട് ഫിനിത്ത ലമേസ റയാലെ കൊമിൻച്ച അതിൽസോ. കുർബാന കഴിഞ്ഞിട്ടില്ല, യഥാർത്ഥമായിട്ട് കുർബാന പള്ളിയിൽ നിന്ന് പുറത്തിടുമ്പോഴാണ് തുടങ്ങുന്നത്. നമ്മുടെ ധ്യാനം സമാപിച്ചു. അച്ഛാ, ഞങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുന്നു ധ്യാനത്തിൽ ലഭിച്ച നല്ല ചിന്തകളും പ്രചോദനങ്ങളുമൊക്കെ ഞങ്ങൾ യാഥാർത്ഥ്യമായിട്ട് ഞങ്ങളുടെ മേഖലകളിലേക്ക്, ജീവിത മേഖലയിലേക്ക് ചെല്ലുമ്പോഴാണ് അത് ജീവിച്ച് ഞങ്ങൾ അനുഭവിക്കേണ്ടത്. അച്ഛന് ഒത്തിരി നന്ദി. പ്രൊഫസർ അച്ഛൻ്റെയും
ബഹുമാനപ്പെട്ട വികൽ പ്രൊഫഷണൽസിൻ്റെയും അതുപോലെ ഈ ഭവനത്തിലായതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അച്ഛൻ. താങ്ക് യു വെരി മച്ച്.